ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം ലേവ്യ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ലേവ്യ 18-ാം അധ്യായം 5-ാം വാക്യം. ഇസ്രായേൽ മക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും കാര്യം നിങ്ങൾ നോക്കണം. ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തെ സമീപിക്കുവാൻ ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്ന ജനതയുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, അതായത് ബാഹ്യവും ആന്തരികവുമായി വിശുദ്ധി പാലിക്കുന്നവരായിരിക്കണമെന്ന് ലേവ്യ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പാപിയായ ഒരു വ്യക്തിക്ക് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് എപ്രകാരം ഒരു വിശുദ്ധ ജീവിതത്തിനുടമയായി തീരാമെന്നും ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നത്തെ വായനഭാഗത്തും വിശുദ്ധതയാണ് ദൈവജനത്തിൻ്റെ അടയാളമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനായി ചെയ്യുന്ന പ്രായശ്ചിത്തവും ചില ധാർമ്മിക പ്രമാണങ്ങളുമാണ് ഉള്ളത്. ഈ ഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, പ്രായശ്ചിത്ത ദിനത്തിൻ്റെ ആവശ്യകത. ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾക്കായി വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹത്തായ ശുദ്ധീകരണ ദിനമാണ് പാപ പരിഹാര ദിനം. അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശിക്കുവാനായിട്ട് പാടുള്ളൂ. അനധികൃതമായി ധൂപാർപ്പണത്തിന് പ്രവേശിച്ചാൽ അത് മരണത്തിന് കാരണമായി തീരും. ഇവിടെ അർപ്പിക്കുന്ന പാപപരിഹാര ബലി പൂർണ്ണമായ പാപപരിഹാരത്തിന് ഉതകുന്നവയാണ്. ഒരാടിൻ്റെ മേൽ യഹോവയ്ക്കെന്നും മറ്റേതിൻ്റെ മേൽ അസസേലിനെന്നും 2 ചീട്ടുകൾ പതിക്കുന്നു. ഒന്നാമത്തേതിനെ ഇസ്രായേലിൻ്റെ പാപപരിഹാരത്തിനായി ബലി അർപ്പിക്കുകയും രണ്ടാമത്തേതിനെ ഇസ്രായേലിൻ്റെ പാപവും പേറി മരുഭൂമിയിൽ അലഞ്ഞു നശിക്കുവാനായി അയക്കുന്നു. അങ്ങനെ പ്രായശ്ചിത്തത്തിലൂടെ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. പാപത്തിന് വില കൊടുത്ത് ക്ഷമയും ശുദ്ധീകരണവും ഇതിലൂടെ പ്രാപിക്കുന്നു. ദൈവജനത്തിൻ്റെ ജീവിതം വിശുദ്ധതയിൽ പ്രതിഫലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രായശ്ചിത്തത്തിലൂടെ വിശുദ്ധിയിൽ തുടരുന്നതാണ് ദൈവജനത്തിൻ്റെ അടയാളം. രണ്ടാമതായിട്ട്, വിശുദ്ധമായ ജീവിതശൈലിയുടെ ആവശ്യകത. അടിമത്തത്തിലായിരുന്ന ജനത കനാന്യരുടെ മ്ലേച്ഛമായ ജീവിതശൈലികൾ അനുകരിക്കാതിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളും ഉപദേശങ്ങളുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായി കഴിയും. മാത്രവുമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവിടെ പറയുന്നു. തുടർന്ന് കുടുംബ ബന്ധങ്ങളിലെ അശുദ്ധതകളെക്കുറിച്ചുള്ള താക്കീതുകളും ഇവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്കാവശ്യമായ അഥവാ വിശുദ്ധമായ ജീവിത ശൈലിക്ക് ആവശ്യമായവയാണ് ഇന്നത്തെ വായന ഭാഗത്തിലൂടെ നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ ദൈവജനത്തിൻ്റെ ജീവിതം ലോകത്തിൽ നിന്ന് അഥവാ ലോക ജനതയിൽ നിന്നും വേറിട്ടതായിരിക്കണം. ഇപ്രകാരം വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ദൈവമേ, അശുദ്ധിയിൽ ജീവിക്കുന്നവരായ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യേശുവിൻ്റെ രക്തത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ വിശുദ്ധതയിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.